ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിലൂടെ ടേബിൾ ക്രിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ടേബിൾ ടൂൾസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ടേബിളിലേക്ക് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ നമുക്കൊരു മോഡൽ പരിചയപ്പെടാം. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇൻസേർട്ട് ടാബിൽ ടേബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഇൻസേർട്ട് ടേബിൾ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് 5 ആണ്, നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, എന്നിട്ട് ഓക്കെ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ എൻ്റർ ചെയ്യാനാണ്. അപ്പം ഏത് സെല്ലിലാണോ ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത് ആ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ കീബോർഡ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സെല്ലിൽ ഡേ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് അവർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 4 സെല്ലും നമ്മൾ മെർജ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഓപ്ഷന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അത്രയും സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക. അപ്പോൾ അവിടെ മെർജ് സെൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതാണ് ആദ്യത്തെ രീതി എന്ന് പറയുന്നത്. ഞാനിത് വീണ്ടും അൺഡു ചെയ്യാണ്. അപ്പോൾ അത് തിരിച്ചു വന്നിട്ടുണ്ടല്ലേ. അപ്പം അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് അത്രയും സെല്ല് സെലക്ട് ചെയ്തിട്ട് ടേബിൾ ടൂൾസിൽ ലേ ഔട്ടിൽ മെർജ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്താലും ആ സെല്ല് അത്രയും മെർജ് ചെയ്യാം. ദെൻ നമുക്കത് അവരെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ എല്ലാ ഡാറ്റയും നമുക്കിവിടെ എൻ്റർ ചെയ്യാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഡേയ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവേഴ്സ്, ഫസ്റ്റ് അവർ, സെക്കൻഡ് അവർ, ദെൻ ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്, ദെൻ തേർഡ് അവർ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡാറ്റാസ് എൻ്റർ ചെയ്യാം. ഇവിടെ ബ്രേക്ക് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ അത്രയും സെല്ല് മെർജ് ചെയ്യണം അല്ലേ. അപ്പോൾ അത്രയും സെല്ല് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ മെർജ് എന്ന് പറയുന്ന മെർജ് സെൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷമാണ് അവിടെ ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് തേർഡ് അവർ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡേ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് ഡേ ഇവിടെ തന്നിട്ടുള്ളത് മൺഡേ ആണ്. അപ്പോൾ മൺഡേ എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ സെല്ലിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടേബിളിലെ ടെക്സ്റ്റിൽ ചേഞ്ചസ് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ഫസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് എടുത്തു. ഫോണ്ട് സ്റ്റൈലിൽ ഞാൻ ടൈംസ് ഇൻ ന്യൂ റോമൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. ദെൻ ഫോണ്ട് സൈസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. 16 ഓർ 18 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യാം. അനദർ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ടൂൾ ബാറിലെ ഹോം എന്ന് പറയുന്ന ടാബിൽ നമുക്ക് ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹോമിൽ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ ബോൾഡോ ഇറ്റാലിക്കോ അണ്ടർലൈൻ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ആ ചേഞ്ചസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈല് നമുക്ക് ചേഞ്ചസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈലിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ ഫോണ്ട് സൈസ്, ക്വസ്റ്റ്യൻസ് പ്രകാരം എന്താണ് ഫോണ്ട് സൈസ് തരുന്നത് അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് നോക്കാം. ടൂൾ ബാറിലെ ഹോമിൽ പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ്. അലൈൻമെൻറ്റ് ടെക്സ്റ്റ് ടു റൈറ്റ് ഉണ്ട്, അലൈൻ ടെക്സ്റ്റ് ടു ലെഫ്റ്റ് ഉണ്ട്, ദെൻ അലൈൻ ടെക്സ്റ്റ് ടു സെൻറ്റർ ആണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ദെൻ സെൻറ്റൻസ് കേസ് നോക്കാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ലോവർ കേസിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ദെൻ അപ്പർ കേസിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് ഫോണ്ട് കളർ ചേഞ്ചസ് നോക്കാം. ഹോം ടാബിൽ ഫോണ്ട് കളേഴ്സ് ഓപ്ഷൻസ് എടുക്കാം. അപ്പോൾ ആ ചേഞ്ചസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അവറാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് അലൈൻമെൻറ്റ് നോക്കാം. അലൈൻമെൻറ്റ് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ടു റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ടെക്സ്റ്റ് ടു ലെഫ്റ്റ് ഉണ്ട്, ദെൻ സെൻറ്റർ ഉണ്ട്. നമ്മൾ സെൻറ്റർ എന്ന ഓപ്ഷനാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ ടൂൾ ബാറിലെ ഹോം ടാബിലാണ് ഞാൻ ചേഞ്ചസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ബോൾഡാണോ ഇറ്റാലിക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പം അതിനുശേഷം ബ്രേക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടേബിൾ ടൂൾസിൽ ലേ ഔട്ടിൽ ടെക്സ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഡയറക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ആ ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻസ് വേണ്ടത് അത് നമുക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ടെക്സ്റ്റ് ഡയറക്ഷനാണ് ടേബിൾ ടൂൾസിൽ ലേഔട്ടിൽ ടെക്സ്റ്റ് ഡയറക്ഷൻ. ദെൻ അതിലും നമുക്ക് എന്താണ് അതിൻ്റെ ഫോണ്ട് സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എങ്ങനെയാണ് കോളം അല്ലെങ്കിൽ റോസ് ഡിലീറ്റ് ചെയ്യുന്ന നോക്കാം. വെനസ്ഡേക്ക് താഴെ ഒരു കോളം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. അത്രയും ഡിലീറ്റ് ചെയ്യേണ്ട കോളം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ റോ സെലക്ട് ചെയ്യാം. ദെൻ മൗസിൽ റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻസിൽ ഡിലീറ്റ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതിൽ ഡിലീറ്റ് കോളം, ഡിലീറ്റ് റോസ് ഉണ്ട്. ഡിലീറ്റ് എൻ്റെ റോസ് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. ദെൻ ഓക്കെ അടിച്ചാൽ അത്രയും റോസ് അല്ലെങ്കിൽ കോളം ഡിലീറ്റ് ആയിട്ട് കാണും. ദെൻ നമുക്കത് ആ കോളം വേണമെങ്കിൽ അൺഡു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് പുതിയൊരു കോളം അല്ലെങ്കിൽ റോ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വെനസ്ഡേ താഴെയുള്ള കോളത്തിൻ്റെ താഴെ എനിക്കൊരു കോളം വേണം. അപ്പം നിലവിലുള്ള കോളത്തിൽ നമ്മൾ കഴ്സർ വെക്കാം. ദെൻ ടേബിൾ ടൂൾസിൽ ലേഔട്ട് ഓപ്ഷൻസിൽ എന്താണ് ഇൻസേർട്ട് ബിലോ അതാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം അവിടെ താഴെ ഒരു കോളം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഇൻസേർട്ട് എബോ ആണെങ്കിൽ അതിന് മുകളിലൊരു കോളം വന്നതായിട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ അവർ 1ന് ശേഷം എനിക്കൊരു അഡീഷണൽ കോളം വേണമെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഇൻസേർട്ട് റൈറ്റ് കൊടുത്താൽ അവിടെ കോളം വരും. നെക്സ്റ്റ് അഡീഷണൽ കോളം അല്ലെങ്കിൽ റോസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണോ എക്സിസ്റ്റിംഗ് റോയിൽ എവിടെയാണോ നിങ്ങൾക്ക് കോളം അഡീഷണൽ റോസ് അല്ലെങ്കിൽ കോളം വേണ്ടത് ആദ്യം ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷമാണ് ടേബിൾ ടൂൾസിൽ ലേഔട്ടിൽ പോയിട്ട് ഇൻസേർട്ട് എബോ, ഇൻസേർട്ട് ബിലോ അല്ലെങ്കിൽ ഇൻസേർട്ട് ലെഫ്റ്റ്, ഇൻസേർട്ട് റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്ന സെല്ല് നമ്മൾ ഓൾറെഡി മെർജ് ചെയ്തതാണ്. അപ്പോൾ ആ സെല്ല് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ദെൻ ടേബിൾ ടൂൾസിൽ ലേഔട്ടിൽ എന്താണ് സ്പ്ലിറ്റ് സെൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് നമ്പർ ഓഫ് കോളംസ് എത്രയാണ് അവിടെ വേണ്ടത് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് എത്രയാണ് വേണ്ടതെന്ന് ചോദിക്കും. ഞാൻ നമ്പർ ഓഫ് കോളം 2 എന്ന് കൊടുക്കുന്നു. ദെൻ നമ്പർ ഓഫ് റോസ് നമുക്ക് ചേഞ്ചസ് ചെയ്യാണ്. നമ്പർ ഓഫ് റോസ് 5 എന്നാക്കി. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ അഡീഷണൽ സെല്ല് അല്ലെങ്കിൽ കോളം റോസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അത് വേണ്ടെങ്കിൽ നമുക്കത് അൺഡു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അഡീഷണൽ കോളം റോ വേണമെങ്കിൽ ഏത് സെല്ലിൻ്റെ സൈഡാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാൻ 3 എന്ന സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ദെൻ ടേബിൾ ടൂൾസിൽ ലേഔട്ടിൽ ഇൻസേർട്ട് റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ഒരു കോളം വന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ടേബിൾ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കാം. ടേബിൾ ടൂൾസിൽ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. ദെൻ ടേബിൾ സ്റ്റൈൽസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതിലിഷ്ടമുള്ള സ്റ്റൈല് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ടായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അനദർ ഓപ്ഷൻസ് വേണമെങ്കിൽ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് മോഡിഫൈ ടേബിൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ അതുപോലെ തന്നെ ടേബിളിൻ്റെ ബോർഡേഴ്സിൽ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ടേബിൾ ടൂൾസിൽ ഡിസൈൻ എന്ന് പറയുന്ന ഓപ്ഷൻസ് ആണ് ടേബിൾ സ്റ്റൈൽസിൽ കൊണ്ടുവരേണ്ടത്. ദെൻ നമുക്കത് വേണ്ടിയില്ലെങ്കിൽ അൺഡു എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലേസ് ദ കഴ്സർ ഇൻ ദ ഡോക്യുമെൻറ്റ് വെർ വി വാണ്ട് ദി ന്യൂ ടേബിൾ ടു അപ്പിയർ അല്ലേ. എവിടെയാണോ നമുക്ക് ന്യൂ ടേബിൾ അപ്പിയർ ചെയ്യേണ്ടത് അവിടെ വേണം കഴ്സർ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവിടെ ഞാൻ ഈ ടൈം ടേബിളിൻ്റെ അല്ലെങ്കിൽ ആ ടേബിളിൻ്റെ താഴെയാണ് കഴ്സർ വെച്ചിട്ടുള്ളത്. ഞാൻ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ തൊട്ടടുത്ത് തന്നെ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക.